ചർച്ച ചെയ്തതിനു ശേഷം 30 ലക്ഷം കോടി രൂപ ആളുകളിൽ നിന്ന് കബളിപ്പിച്ച് പണം കൈപ്പറ്റി. ആ പണം കൈപ്പറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളാണ് പ്രയാസപ്പെട്ടിട്ടുള്ളത്. എസ് പിക്ക് പരാതി കൊടുക്കുന്ന പറഞ്ഞു കേട്ടത്. ഇന്ന് TP ഹാരിസിന്റെ പറ്റിക്കലിൽ വഞ്ചിതരായ 6 പേർ മുസ്ലിം ലീഗിന്റെ തന്നെ പ്രവർത്തകരായ യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വത്തിലുള്ള മനുഷ്യനുൾപ്പെടെ ഇന്ന് മലപ്പുറം SP-ക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അവർ 6 പേർ ഉൾപ്പെടെയുള്ള അസംഖ്യം മനുഷ്യരിൽ നിന്ന് 25 കോടി രൂപയുടെ പണം പിരിച്ച് TP ഹാരിസ് മുങ്ങിയിരിക്കുന്നു എന്ന്. TP ഹാരിസിനെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് 2 ദിവസം മുമ്പ് സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്ത കൊടുത്തത് ചന്ദ്രിക ദിനപത്രമാണ്. മുസ്ലിം ലീഗിന്റെ ദിനപത്രം ചന്ദ്രിക ദിനപത്രമാണ്. ഇവിടെ ഇന്ന് ഭരണസമിതി യോഗം ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് PP മോഹൻദാസ് എണീറ്റ് നിന്ന് ആവശ്യപ്പെട്ടത് TP ഹാരിസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി വാർത്തകളെ കുറിച്ച് ഈ ഭരണസമിതി ചർച്ച ചെയ്യണമെന്നാണ്. എന്നാൽ ചർച്ച അനുവദിക്കാൻ വേണ്ടി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി നേതൃത്വവും UDF-ന്റെ അംഗങ്ങളും തയ്യാറല്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇന്ന് പരാതി കൊടുത്ത മനുഷ്യർ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് TP ഹാരിസിനെ മാത്രം കൊക്കിലൊതുങ്ങുന്ന കാര്യമല്ല എന്നാണ്. മുസ്ലിം ലീഗിന്റെ തന്നെ പ്രവർത്തകർ പറഞ്ഞത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഈ ജില്ലാ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവും ഇവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ നേതൃത്വവും അറിഞ്ഞിട്ടാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത് എന്നാണ്. അക്രഡിറ്റഡ് ഏജൻസികൾക്ക് വർക്ക് ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ LDF-ന്റെ അംഗങ്ങൾ പറഞ്ഞതാണ് ഇത് അഴിമതിക്കുള്ള വേദിയായി മാറുമെന്നുള്ളത്. വിവിധ സമയങ്ങളിൽ വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇവിടുത്തെ ഭരണസമിതി അക്രഡിറ്റഡ് ഏജൻസിയുടെ മറവിൽ അഴിമതി നടത്തുന്നു എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ആ സമയങ്ങളെല്ലാം അതിനെ നിരാകരിക്കുന്ന പുല്ലുവില കൽപ്പിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് വാർത്താ ചാനലിന് മുമ്പിൽ അവർ പറഞ്ഞ കാര്യം എന്താ? ഒരു പ്രൊജക്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇവരുമായി ആലോചിച്ച് പ്രൊജക്ട് ഏത് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കൊടുക്കണമെന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും TP ഹാരിസും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ അഴിമതിക്കാർ തീരുമാനിക്കുന്നതാണ്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുഴുവൻ അംഗങ്ങളും അഴിമതിക്കാരാണ് എന്ന അഭിപ്രായം ആ പരാതിക്കാർക്കുമില്ല, ഞങ്ങൾക്കുമില്ല. പക്ഷേ പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ, വൈസ് പ്രസിഡന്റ് ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ മുത്തടം, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ഇതിനെക്കുറിച്ച് 1 വർഷം മുമ്പുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ളത്. മത്സരമില്ലാതെ ടെൻഡർ നൽകുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞ കാര്യമാണ്. ടെൻഡർ മത്സര ബുദ്ധിയില്ലാതെ നൽകിയിട്ട് ഏത് ഏജൻസിക്കാണ് കരാർ നൽകുന്നതെന്ന് ആദ്യമേ നിശ്ചയിക്കുന്നു. ആ നിശ്ചയിച്ച് പണം സ്വരൂപിച്ച് ആ സ്വരൂപിച്ച പണമെടുത്ത് വർക്കെടുത്ത് ലാഭം വീതം വെച്ച് ആ ലാഭം വീതം വെക്കലിലുണ്ടായ തർക്കമാണ് ഈ അഴിമതിയുടെ വാർത്ത പുറത്തു കൊണ്ടുവരാൻ കാരണമായത്. ഇത് ഇന്നവരെ ലീഗ് ഭരിക്കുന്ന കാലത്ത് മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വലിയ സംഖ്യയുടെ അഴിമതിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്.
ഒരു ജില്ലാ പഞ്ചായത്തിൽ 30 കോടി രൂപയുടെ അഴിമതി നടത്താൻ ശേഷിയുള്ളവരാണ് ലീഗുകാർ. എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് പറയുന്ന ലീഗുകാർ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൽ 30 കോടിയാണെങ്കിൽ കേരളത്തിൽ 3000 കോടി രൂപയുടെ അഴിമതി ഇക്കൂട്ടർ നടത്തുമെന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആകെ പറ്റിച്ച, സാധാരണക്കാരായ ലീഗുകാരുടെ പണം അപഹരിച്ച ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വമായ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും TP ഹാരിസും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങണമെന്നാണ് LDF ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.